അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ആയിപ്പോയി എന്നതിൻ്റെ പേരിൽ നിരവധിയായ ആളുകൾ നിരവധി അഗ്നി പരീക്ഷണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. കൂട്ടമായി കൊല്ലപ്പെടുന്നവരും അതുപോലെ ശരീരത്തിൻ്റെ മാംസഭാഗങ്ങൾ ഓരോന്നായി മുറിച്ച് മാറ്റി കൊല്ലപ്പെടുന്നവരും ഇങ്ങനെ അവരുടെ പട്ടിക നീളുമ്പോൾ സാധാരണ ഒരു മുസ്ലിമായ നമുക്കെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകാത്തത് എന്ന ചിന്ത മനസ്സിനെ അലട്ടാറുണ്ട്. ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടം നാം പരിശോധിക്കുമ്പോഴും ഇത്തരത്തിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ട മനുഷ്യൻ എന്ന് ഖുർആൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. വലിയ ജീവിതത്തിൻ്റെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു മഹാനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള രാജാവ് നമ്രൂദ് എന്ന് പറയുന്ന രാജാവായിരുന്നു. അദ്ദേഹം അവിടെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് തൻ്റെ ജനങ്ങളെ ചെറുത്തു. അദ്ദേഹത്തിൻ്റെ പിതാവ് ആസറിന് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം അദ്ദേഹം അവിടെയുള്ള വിഗ്രഹങ്ങൾ നിരത്തിവെച്ച ക്ഷേത്രത്തിലേക്ക് ചെന്നുകൊണ്ട് എല്ലാ വിഗ്രഹങ്ങളും തച്ചുടച്ചു. അതിനുശേഷം ആ തച്ചുടയ്ക്കാൻ ഉപയോഗിച്ച മഴു അവിടെയുള്ള ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കെട്ടിവെച്ചു. പിറ്റേന്ന് രാവിലെ ആളുകൾ വന്നപ്പോൾ കാണുന്നത് തങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം തകർക്കപ്പെട്ടതും ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഈ തകർക്കാൻ ഉപയോഗിച്ച മഴു കെട്ടിവെച്ചതും ആയിരുന്നു. അത് കണ്ടപ്പോൾ അവരൊക്കെ ചോദിച്ചു, ആരായിരിക്കും ഇത് ചെയ്തത് എന്ന് അന്വേഷിക്കുകയും ഒടുവിൽ ഇബ്രാഹിമാണ് അത് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ച് കെട്ടി കൊണ്ടുവന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണിത് ചെയ്തത്? അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഒരുപക്ഷെ ആ കൂട്ടത്തിൽ വലിയവനാകും, അവൻ്റെ കഴുത്തിലല്ലേ മഴയുള്ളത് എന്ന് തമാശയാക്കി പറഞ്ഞു. എന്നാൽ അവിടെയുള്ള രാജാവും ബാക്കിയുള്ളവരും ഇദ്ദേഹത്തെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ വിഗ്രഹത്തെ തകർത്തു എന്ന പേരിൽ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. എങ്ങനെ കൊല്ലാനാണ് തീരുമാനമെന്നറിയോ? വലിയൊരു അഗ്നികുണ്ഡാരം ഉണ്ടാക്കി ഈ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിയ തെറ്റാലി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു അമ്പ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ തീയിലേക്ക് എറിയാനായിരുന്നു
ഇവരുടെ പദ്ധതി. അങ്ങനെയുള്ളൊരു സംഭവം കേട്ടപ്പോൾ ആളുകളൊക്കെ, തങ്ങളുടെ വിഗ്രഹാരാധകരായ ആളുകളൊക്കെ ഇബ്രാഹിമിനെ കൊല്ലാൻ വേണ്ടി ഒരുക്കുന്ന തീയിലേക്ക് എൻ്റെ വക 10 കെട്ട് വിറക്, 20 കെട്ട് വിറക് എന്നിങ്ങനെ നേർച്ചയാക്കിയതായും പറയുന്നു. അങ്ങനെ കെട്ടുകണക്കിന് ടണ്ണ് കണക്കിന് വിറകുകൾ ഇട്ടിട്ട് കത്തിച്ചു അദ്ദേഹത്തെ ആ തീയിലേക്ക് എറിഞ്ഞു. പക്ഷേ അള്ളാഹു പറയുന്നു, കുൽന യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഞാൻ പറഞ്ഞു തീയെ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയും ആകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീ തണുപ്പായി മാറുകയും അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് സന്ദേശം നൽകുന്നു. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ, അഗ്നി പരീക്ഷണങ്ങളിൽപ്പെട്ട് തങ്ങളുടെ ഈമാൻ പരീക്ഷിക്കപ്പെട്ട നിരവധി ആളുകളുടെ സംഭവങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പൂർവിക സംഭവങ്ങളിൽ നടന്ന ഒരു സംഭവം, അതായത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, സിഹിർ ചെയ്തു കൊടുക്കുന്നയാൾ. അയാൾക്ക് വയസ്സായപ്പോൾ അയാൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് എനിക്ക് വശമുള്ള മന്ത്രവാദങ്ങൾ മറ്റാർക്കെങ്കിലും ഞാൻ പഠിപ്പിക്കാം, അതിന് അങ്ങ് തന്നെ ഒരു കുട്ടിയെ ഏർപ്പാടാക്കി തരണം. അങ്ങനെ രാജാവ് ഈ മന്ത്രവാദിക്ക് ഒരു കുട്ടിയെ ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടി പഠനം ആരംഭിച്ചു. കുട്ടി പഠിക്കാൻ പോകുന്ന വഴിക്ക് ഒരു പുണ്യാത്മാവിനെ കാണാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സിഹിറുകാരൻ്റെ അടുക്കലേക്ക് എത്താൻ കുട്ടി ചിലപ്പോൾ എല്ലാം വൈകുന്ന സമയത്ത് ഈ സിഹിറുകാരൻ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടീനെ അടിക്കും, വൈകിയ കാരണം പറഞ്ഞിട്ട്. അതുപോലെ പിന്നെ ഈ വിഷയം ഈ കുട്ടി എന്ത് ചെയ്തു, സിഹിറുകാരനോട് പറഞ്ഞു, ഇങ്ങനെ അല്ല, തൻ്റെ ഈ പുണ്യാത്മാവിനോട് പറഞ്ഞു, എന്ത്, ഇങ്ങനെ ഈ സിഹിറുകാരൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ വൈകുന്ന കാരണം അയാൾ എന്നെ അടിക്കാറുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, വൈകാൻ കാരണം എന്താണെന്ന് സിഹിറുകാരൻ ചോദിച്ചാൽ വീട്ടിൽ നിന്ന് വൈകിയതാന്ന് പറഞ്ഞാൽ മതി. അതുപോലെ വീട്ടിലെത്തുമ്പോഴും ചിലപ്പോൾ അടി കിട്ടി, കുട്ടിക്ക് എന്താ താമസിച്ചതെന്ന് ചോദിച്ചു. അപ്പം കുട്ടി പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞു, ഈ സിഹിറുകാരൻ്റെ അടുത്ത് നിന്ന് വരാൻ വൈകിയതാണെന്ന് അങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഭീമാകാരനായ ഒരു ജന്തു നാട്ടുകാർക്ക് വഴി തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ആ കുട്ടി മനസ്സിൽ പറഞ്ഞു, ഇന്ന് എനിക്കൊന്ന് പരീക്ഷിക്കണം, പുണ്യാത്മാവിനോ സിഹിറുകാരനോ മഹത്വമുള്ളതെന്ന്. തുടർന്ന് അയാൾ കല്ലെടുത്തു, ആ കുട്ടി, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഈ ഞാൻ പരിചയപ്പെട്ട പുണ്യാത്മാവിനാണ് സിഹിറുകാരനേക്കാൾ മഹത്വമെങ്കിൽ ജനങ്ങളുടെ വഴി തടഞ്ഞ ഈ ഭീകര ജന്തുവിനെ ഈ കല്ലുകൊണ്ട് നീ നശിപ്പിക്കണമേ എന്ന്. പിന്നെ ഒരു ഏറ് കൊടുത്തു. അത് ഏറ്റ ഉടനെ ആ ഭീകര ജന്തു മറിഞ്ഞു വീണ് ചത്തു. ജനങ്ങൾക്ക് തടസ്സം നീങ്ങി. കുട്ടി ഈ വിവരം പുണ്യാത്മാവിനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ, ഇപ്പോൾ എന്നേക്കാൾ മഹത്വം നിനക്കുണ്ട്, നിനക്ക് ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. പക്ഷേ ധാരാളം പരീക്ഷണങ്ങൾ നിനക്ക് വരും. അപ്പോൾ എന്നെപ്പറ്റി നീ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കരുത്. ജന്മനാ കുരുടന്മാരായ ആളുകളെയും വെള്ളപ്പാണ്ടുകാരെയും ഒക്കെ ഈ കുട്ടി ചികിത്സിച്ച് സുഖപ്പെടുത്താൻ തുടങ്ങി. മറ്റെല്ലാ രോഗങ്ങൾക്കും കുട്ടി ചികിത്സിച്ചു. ഇതൊക്കെ രാജാവിൻ്റെ സദസ്സിൽ അംഗമായ ഒരാൾ അറിഞ്ഞു. അയാൾ ഒരു കണ്ണുപൊട്ടനായിരുന്നു. ധാരാളം പാരിതോഷികങ്ങളും എടുത്തുകൊണ്ട് ഇയാൾ കുട്ടിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ എൻ്റെ കണ്ണിനൊന്ന് കാഴ്ച ഉണ്ടാക്കി തരണമെന്ന് കുട്ടിയോട് അപേക്ഷിച്ചു. അങ്ങനെ കുട്ടി പറഞ്ഞു, എനിക്ക് സുഖപ്പെടുത്താനൊന്നും കഴിയില്ല, സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു മാത്രമാണ്, അവനിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം, അപ്പം സുഖപ്പെടും. അത് കേട്ടപ്പോൾ അയാൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ കുട്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടി. അയാൾ പിന്നെ രാജ്യസഭയിൽ ചെന്നു. കണ്ണ് തെളിഞ്ഞത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു രാജാവ്. എൻ്റെ രക്ഷിതാവ് എനിക്ക് വെളിച്ചം തന്നുവെന്ന് അയാൾ പറഞ്ഞു. ആരാണ് നിന്റെ രക്ഷിതാവെന്ന് രാജാവ് ചോദിച്ചപ്പോൾ അള്ളാഹു ആണ് എന്ന് അയാൾ ഉത്തരം പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് നിനക്കുണ്ടോ?
അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെയും അങ്ങയുടെയും രക്ഷിതാവൻ ഒന്നാണെന്നായിരുന്നു മറുപടി. അത് കേട്ട് ശോഭിച്ച രാജാവ് അയാളെ പിടിച്ച് ശിക്ഷിക്കാൻ തുടങ്ങി. ഒടുവിൽ അയാൾ കുട്ടിയെക്കുറിച്ച് രാജാവിനെ അറിയിക്കാൻ അയാൾ നിർബന്ധിതനായി. ഉടനെ കുട്ടിയെ പിടികൂടി രാജാവ് കുട്ടിയോട് പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ പഠിപ്പിച്ച സിഹിർ കൊണ്ട് ജന്മനാ കുരുടന്മാരും വെള്ളപ്പാണ്ടുള്ളവരുമായ ആളുകളെ നീ സുഖപ്പെടുത്തുന്നു അല്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല. അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത്. ക്രുദ്ധനായ രാജാവ് അവനെയും ശിക്ഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ പുണ്യാത്മാവിനെ കുറിച്ച് പറയാൻ ഈ കുട്ടി നിർബന്ധിതനാവുകയാണ്. അങ്ങനെ ഈ പുണ്യാത്മാവിനെ പിടികൂടി രാജാവ് പുണ്യാത്മാവിനോട് കൽപ്പിച്ചു, നീ അള്ളാഹുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് നിന്റെ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങണം, എന്നെ ദൈവമായി അംഗീകരിക്കണം. അത് കേട്ടപ്പോൾ കുട്ടി വിസമ്മതിച്ചു. ഈ പുണ്യാത്മാവും അത് വിസമ്മതിച്ചു. അപ്പോൾ ഒരു ഈർച്ചവാൾ കൊണ്ടുവരാൻ രാജാവ് തൻ്റെ സൈന്യത്തോട് ആജ്ഞാപിക്കുന്നു. അവരൊരു ഈർച്ചവാൾ കൊണ്ടുവന്നു. അത് ആ പുണ്യാത്മാവിൻ്റെ നെറുകയിൽ വെച്ച് സാധാരണ മരത്തടി ഈരുന്നത് പോലെ ഈർന്നീർന്ന് പൊളിച്ചു. 2 പൊളിയായി അയാൾ താഴെ വീണു. തുടർന്ന് ഈ രാജാവിൻ്റെ രാജ്യസഭയിലുണ്ടായിരുന്ന ആളെ കൊണ്ടുവന്നു. അയാളോട് പറഞ്ഞു, പഴയ മതത്തിലേക്ക് മടങ്ങണം. അയാൾ അത് വിസമ്മതിച്ചു. അയാളെയും ഈർച്ച വാള് വെച്ച് നെറുകയിൽ വെച്ചുകൊണ്ട് 2ആയി ഈർന്നു മുറിച്ചിട്ടു. പിന്നെ കുട്ടിയെ ഹാജരാക്കി. മടങ്ങാൻ കൽപ്പിച്ചപ്പോൾ കുട്ടിയും വിസമ്മതിച്ചു. രാജാവ് പക്ഷെ അവനെ കൊന്നില്ല. കുറച്ച് പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് കൽപ്പിച്ചു, നിങ്ങൾ ഇവനെ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു മലയിൽ കൊണ്ടുപോകണം. അതിൻ്റെ നെറുകയിലെത്തിയാൽ ഇവനോട് ഒരിക്കൽ കൂടി പഴയ മതത്തിലേക്ക് മടങ്ങാൻ കൽപ്പിക്കണം. വിസമ്മതിച്ചാൽ പിടിച്ച് താഴെ എറിയണം. മടങ്ങിയാൽ തിരിച്ചു കൊണ്ടുപോരെ, പിന്നെ ഉപദ്രവിക്കരുത് എന്ന് നിർദ്ദേശവും നൽകി പറഞ്ഞയച്ചു. അവർ അവനെയും കൊണ്ട് മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ആഗ്രഹിക്കുന്ന വിധം എന്നെ രക്ഷിക്കണേ. അവർ രാജാവ് കൽപ്പിച്ച പോലെ മടങ്ങാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചപ്പോൾ താഴോട്ട് എറിഞ്ഞു. പക്ഷേ ഒരു പരിക്കും പറ്റാതെ ഈ കുട്ടി രാജാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചെത്തി. നിന്നെ അവരെന്ത് ചെയ്തു എന്ന് രാജാവ് ചോദിച്ചു. എന്നെ അള്ളാഹു രക്ഷിച്ചു എന്ന് ഈ കുട്ടി മറുപടിയും പറഞ്ഞു. രാജാവ് വീണ്ടും പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇവനെ ഒരു തോണിയിൽ കയറ്റി കടലിൻ്റെ നടുക്കിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് മടങ്ങാൻ പറയുക. മടങ്ങിയില്ലെങ്കിൽ കടലിലെറിയണം. അവർ അവനുമായി പോയി. അവർ അള്ളാഹുവിനോട് ഈ കുട്ടി കടലിലെത്തിയപ്പം പ്രാർത്ഥിച്ചു, എന്നെ രക്ഷിക്കണം. ഉടനെ ഈ തോണി കടലിൽ വെച്ച് തകരുന്നു. നടുക്കടലിൽ അവരെല്ലാം നശിച്ചു. ഈ കുട്ടി മാത്രം ഒരു പലകയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. അവൻ വീണ്ടും കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുഖം കാണിച്ചു. നിന്നെ അവരെന്ത് ചെയ്തു എന്ന് രാജാവ് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, അള്ളാഹു എന്നെ രക്ഷിച്ചു. രാജാവ് അമ്പരന്നു. കുട്ടി പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധ്യമല്ല. എന്നെ കൊന്നേ തീരൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതെങ്ങനെയാണെന്ന് രാജാവ് അത്ഭുതത്തോടെ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്. കുട്ടി പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെല്ലാം ഒരു മൈതാനത്ത് വിളിച്ചു കൂട്ടണം. എന്നിട്ട് എന്നെ കുരിശിൽ കയറ്റണം. പിന്നെ എൻ്റെ ആവനാഴിയിലുള്ള ഒരമ്പെടുത്ത് അത് വില്ലിൽ തൊടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ അമ്പെയ്യണം. ഇങ്ങനെ ചെയ്താലല്ലാതെ നിങ്ങൾക്ക് എന്നെ കൊല്ലാനാവില്ല എന്ന് കുട്ടി രാജാവിനോട് പറയുകയാണ്. രാജാവ് ജനങ്ങളെയെല്ലാം ഒരു മൈതാനിയിലേക്ക് വിളിച്ചുകൂട്ടി. എന്നിട്ട് ഈ കുട്ടിയെ കുരിശിൽ തറച്ചു. പിന്നെ കുട്ടിയുടെ ആവനാഴിയിൽ നിന്ന് തന്നെ ഒരു അമ്പെടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ റബ്ബിൻ്റെ നാമത്തിൽ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അമ്പെയ്തു. അത് ചെന്ന് കൊണ്ടത് കുട്ടിയുടെ ചെന്നിയിലാണ്. അത് ചെന്ന് തറച്ചപ്പോൾ തന്നെ കുട്ടി തൻ്റെ കൈ അവിടെ വെച്ചു. ഉടനെ അവൻ മരിക്കുകയും ചെയ്തു. മൈതാനത്ത് നിറഞ്ഞു കവിഞ്ഞ ജനസമുദ്രം ഇത് കണ്ട് വിളിച്ചു പറഞ്ഞു, ഈ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. ഇത് കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു. ആളുകൾ പറഞ്ഞു, രാജാവേ, നിങ്ങൾ ഭയന്ന കാര്യം സംഭവിച്ചിരിക്കുന്നു. ജനങ്ങളൊക്കെ സത്യവിശ്വാസികളായിരിക്കുന്നു. ഇത് കേട്ട് രാജാവ് കോപം കൊണ്ട് വിറച്ചു.
അദ്ദേഹം പറഞ്ഞു, വലിയ കിടങ്ങുകൾ കുഴിക്കണം നാടൊട്ടുക്ക്. വഴിയോരങ്ങളിലുള്ളവരെ എല്ലാം, അവിടെയുള്ള എല്ലാ വഴിയുടെ സൈഡിലും വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ തീക്കുണ്ടങ്ങൾ കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ പട്ടാളക്കാർ തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം ഈ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളോടെല്ലാം പറഞ്ഞു, നിങ്ങൾ പഴയ വിശ്വാസത്തിലേക്ക് മാറണം, ഇല്ലെങ്കിൽ ഈ തീക്കുണ്ടാരത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയുമെന്ന് പറഞ്ഞു. അവരൊന്നും പിന്മാറാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരെയൊക്കെ പിടിച്ച തീക്കുണ്ടാരത്തിലേക്ക് എറിയുകയാണ്. അങ്ങനെ എറിയാൻ കൽപ്പന കൊടുത്തപ്പോൾ ഈ ജനങ്ങളെ എല്ലാവരെയും തീക്കുണ്ടത്തിൽ ഇട്ടു. അവരൊക്കെ തീക്കുണ്ടത്തിൽ നിന്ന് എരിഞ്ഞമർന്നു. ഒടുവിൽ ഒരു സ്ത്രീ മാത്രം ബാക്കിയായി. ആ സ്ത്രീയുടെ കയ്യിൽ ഈ മുല കുടിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിലോ ഈ കുട്ടീനെ എടുത്തുകൊണ്ട് തീക്കുണ്ടാരത്തിലേക്ക് ചാടാൻ ഭയങ്കര മടി. തന്നെ ഓർത്തല്ല, തൻ്റെ കുട്ടിയെ ഓർത്ത്. അപ്പം ആ കുട്ടി സംസാരിക്കുകയാണ്. കുട്ടി പറഞ്ഞു, ഉമ്മ ക്ഷമിക്കൂ, നമ്മൾ സത്യത്തിൻ്റെ പക്ഷത്താണ്, അതുകൊണ്ട് തീയിലേക്ക് ചാടുക. അങ്ങനെ ആ സ്ത്രീയും ആ കുട്ടിയെയും കൂടി ഈ തീയിലേക്ക്, അല്ലെങ്കിൽ ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന കനാലിലേക്ക് എടുത്തെറിയപ്പെട്ടു. അതുപോലെ അഗ്നിപരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ നിരവധി സംഭവങ്ങൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു കഥയാണ്. അതുപോലെ അബൂ അലിയിൽ നിന്ന് ഇബ്നു ജൗസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: സിറിയക്കാരായ 3 സഹോദരന്മാർ റോമക്കാരുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ധീരന്മാരായ കുതിരപ്പടയാളികളായിരുന്നു അവർ. ഒരിക്കൽ അവർ റോമൻ സൈന്യത്തിൻ്റെ പിടിയിലകപ്പെട്ടു. ഒടുവിൽ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അധികാരം വിട്ടുതരാം, എൻ്റെ പെൺമക്കളെ കല്യാണം കഴിച്ച് തരികയും ചെയ്യാം, നിങ്ങൾ ക്രിസ്തു മതം സ്വീകരിക്കണം. ഇത് കേട്ടപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാനാവാതെ ഉറക്കെ അലറി, ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദ് നബിയെ രക്ഷിക്കണേ. ഉടനെ രാജാവ് കൽപ്പിച്ചു, 3 വട്ടച്ചെമ്പ് കൊണ്ടുവരൂ, അതിൽ ഒലിവെണ്ണ നിറക്കണം. പിന്നെ 3 നാൾ പകൽ മുഴുവൻ അതിന് താഴെ തീ കത്തിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും ഇവരെ ഓരോരുത്തരെയും ഇത് കൊണ്ടുവന്ന് കാണിക്കണം. എന്നിട്ട് മതം മാറാൻ പറയണം. ഈ 3 ദിവസവും അവർ തയ്യാറായില്ലെങ്കിൽ ആദ്യം ഏറ്റവും മൂത്തവനെ പിടിച്ച് ചെമ്പിലിട്ട് വറുക്കണം, പിന്നെ രണ്ടാമൻ, പിന്നെ ഏറ്റവും ഇളയവൻ. അവർ അങ്ങനെ ചെയ്തു. ആദ്യത്തെ ദിവസം ഇവർ 3 കൊണ്ടുവന്നപ്പം ഇവർ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങളെ രക്ഷിക്കണം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആരും മതം മാറാൻ തയ്യാറായില്ല. ആദ്യം മൂത്തവനെ വറുത്തു, പിന്നെ രണ്ടാമനെയും. ഒടുവിൽ 3-മനെ വറുക്കുന്നതിന് മുമ്പ് അയാളെ ക്രൂരമായി മർദ്ദിച്ചു. ചോദ്യം ചെയ്യുമ്പോൾ ഒരു റോമാക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, രാജാവേ, ഇയാളെ എനിക്ക് വിട്ടുതരും. എനിക്ക് വിശ്വസുന്ദരിയായ ഒരു മകളുണ്ട്. അവൾ ഇവനെ മെരുക്കിയെടുത്തുകൊള്ളും. ഇവൻ ചെറുപ്പക്കാരനാണല്ലോ. അറബികൾ വലിയ പെൺമോഹികളാണെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ സുന്ദരിയായ മകൾക്ക് ഞാൻ ഇവനെ കൈമാറാം. രാജാവ് സമ്മതിച്ചു. 40 ദിവസത്തെ സമയവും കൊടുത്തു. ചെറുപ്പക്കാരനെ അയാൾ കൊണ്ടുപോയി തൻ്റെ മകളെ ഏൽപ്പിച്ച് വിവരം പറഞ്ഞു. അവൾ പറഞ്ഞു, അയാളെ വിട്ടുതരൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹം അവളോടൊപ്പം താമസിച്ചു. പകലൊക്കെ നോമ്പ്, രാത്രിയൊക്കെ നിസ്കാരം, ഇതായിരുന്നു അയാളുടെ ദിനചര്യ. അങ്ങനെ 40 ദിവസത്തിൽ മിക്കതും കഴിഞ്ഞുപോയി. അയാൾ മകളോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നു? ഈ മനുഷ്യൻ്റെ 2 സഹോദരന്മാരും കൊല്ലപ്പെട്ട നാടാണല്ലോ ഇത്. അതുകൊണ്ടാകാം നിന്റെ സൂത്രമൊന്നും ഫലിക്കാത്തത്. സഹോദരന്മാരുടെ ചൈതന്യം അവൻ ഇവിടെ കാണുന്നുണ്ടാകാം. അതിനാൽ ഞാൻ പോയി രാജാവിനെ കാണാം, അവധി നീട്ടിവെക്കുകയും ഈ നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് നിങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ അവരെ 2 മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. അവിടെയും പകലൊക്കെ നോമ്പും രാത്രിയൊക്കെ നിസ്കാരവും തുടർന്നതല്ലാതെ മാറ്റമൊന്നും കണ്ടില്ല. ഒടുവിൽ നീട്ടിയ അവധിയും കഴിയാറായപ്പോൾ അവൾ പറഞ്ഞു, അങ്ങ് മഹാനായ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത് ഞാൻ കാണുന്നു. എനിക്കും ഇതിൽ വിശ്വാസം വന്നു കഴിഞ്ഞു. ഞാനും അങ്ങയുടെ വിശ്വാസം സ്വീകരിക്കുന്നു.
ഞാൻ എൻ്റെ പഴയ മതം ഉപേക്ഷിച്ച് കഴിഞ്ഞു. അദ്ദേഹം അവളോട് ചോദിച്ചു, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അവൾ പറഞ്ഞു, ഞാനൊരു വാഹനം കൊണ്ടുവരാം. അവൾ കൊണ്ടുവന്ന വാഹനത്തിൽ രണ്ടാളും കൂടി യാത്ര തുടങ്ങി. രാത്രി മുഴുവൻ യാത്ര ചെയ്തു. പകൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. അങ്ങനെ യാത്ര തുടർന്നു പോകവേ ഒരു രാത്രി അവരെ ചില വാഹനങ്ങൾ പിന്തുടരുന്നത് കണ്ട് അവർ ഭയന്നു. പക്ഷേ സന്തോഷകരമായിരുന്നു അനുഭവം. ആ വാഹനങ്ങളിൽ കൊല്ലപ്പെട്ട തൻ്റെ 2 സഹോദരന്മാരെ കണ്ട് അദ്ദേഹം അമ്പരന്നു. മലക്കുകളുടെ അകമ്പടിയോടെയാണ് അവർ വന്നിരിക്കുന്നത്. അഭിവാദ്യ പ്രത്യാഭിവാദ്യങ്ങൾക്ക് ശേഷം ഇതിൻ്റെ രഹസ്യമെന്തെന്ന് അദ്ദേഹം തൻ്റെ സഹോദരന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വധിക്കപ്പെട്ട് നേരെ സ്വർഗത്തിലെത്തി. ഇപ്പോൾ സ്വർഗത്തിലെ മലക്കുകളോടൊപ്പം ഞങ്ങൾ വന്നത് നിങ്ങളുടെ വിവാഹത്തിന് സാക്ഷികളാകാനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ആ പെൺമണിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ തിരിച്ചുപോയി. അദ്ദേഹം തൻ്റെ മണവാട്ടിയുമായി സിറിയയിലേക്ക് പോയി അവിടെ താമസം ഉറപ്പിച്ചു. അള്ളാഹു നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും നിഷേധ കാപട്യങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യട്ടെ. ഇതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് മുൻഗാമികൾ അനുഭവിച്ച അഗ്നിപരീക്ഷണങ്ങളുടെ കഥ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയ അഗ്നിപരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നത് വരെ നമുക്കൊന്നും പൂർണ്ണമായ ഈമാൻ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് നിരവധിയായ ഹദീസുകളും ഖുർആൻ വാക്യങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിജയികളിൽ ഉൾപ്പെടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.